ഒരു കല്യാണത്തിന് 30 ദിവസം കരയുന്നവർ. ആചാരങ്ങൾക്ക് സമനിരപ്പായൊരു ചന്തമൊന്നുമില്ല. പലപ്പോഴും അവ അടുക്ക് തെറ്റിയവയും കിറുക്കു പിടിച്ചവയുമാണ്. ഇത്തരം അടുക്ക് തെറ്റിയ കിറുക്കുകളെ ഒരു സമൂഹം പരമ്പരയായി ഏറ്റെടുക്കുമ്പോൾ അവയ്ക്ക് ആചാരമെന്ന രൂപം കൈവരുന്നു എന്ന് മാത്രം. ക്രമേണ ഒരു ദൈവിക സ്വഭാവം ഇവയ്ക്ക് കവചമായി വന്ന് ഭവിക്കുകയും ഭേദിക്കാനാകാത്ത ഒന്ന് എന്ന നിലയിലേക്ക് ഇവ ഉയരം വരിക്കുകയും ചെയ്യുന്നു. ഇത്തരം കിറുക്കുകളുടെ കാഴ്ചയിലൂടെ നടക്കുന്നത് രസകരമായൊരനുഭവമാണ്. എല്ലാ വിവാഹങ്ങളിലും കരച്ചിലെന്നത് ഒഴിച്ചുകൂടാനാകാത്തൊരു കർമ്മപദ്ധതിയാണ്. പ്രത്യേകിച്ച് വധുക്കളുടെയും അവളുടെ കുടുംബാംഗങ്ങളുടെയും ഇടയിൽ. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വിട്ട് അന്യമായൊരു ലോകത്തേക്ക് വിടവാങ്ങുന്ന വധുവിന് ആ ദുഃഖം താങ്ങാനാകുന്നില്ല. അപ്പുറത്ത് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഇതേ അളവിലാണ് വിരഹവേദന. പക്ഷേ ഈ വേദനയും കരച്ചിലുമൊക്കെ വിവാഹ ദിവസത്തിൽ അന്നോ അടുത്ത ദിവസമോ ഒക്കെയായി ആളി അവസാനിക്കുകയാണ് പതിവ്. എങ്കിലും വിവാഹത്തിന് 30 ദിവസം മുൻപ് ഒരു ആചാരത്തിൻ്റെ ഭാഗമെന്ന വണ്ണം തുടങ്ങി വിവാഹ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വധുവിൻ്റെ വീട്ടിലെ കൂട്ടക്കരച്ചിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഈ കരച്ചിലൊരു ആചാരമാണ്. പ്രധാനമായും മധ്യചൈനയിൽ വസിച്ചു വരുന്ന തൂജിയ എന്ന വംശീയരുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു പ്രധാന ആചാരം. തൂജിയ വംശക്കാർ കരഞ്ഞുകൊണ്ടാണ് ഒരു വിവാഹത്തെ വരവേൽക്കുക. വധു വിവാഹ തീയതിക്ക് മുൻപുള്ള 30 ദിവസങ്ങളിൽ ഓരോ ദിവസവും 1 മണിക്കൂർ എന്ന കണക്കിന് തുടർച്ചയായി കരയുന്നു. കരഞ്ഞു തുടങ്ങിയ ദിവസത്തിൻ്റെ 10ാം നാൾ മുതൽ വധുവിനോടൊപ്പം വധുവിൻ്റെ അമ്മയും കരയാൻ കൂടുന്നു. പിന്നെ 10 നാൾ കൂടി കഴിഞ്ഞാൽ അമ്മൂമ്മയും മറ്റ് ബന്ധുക്കളും ഒക്കെ ചേർന്ന് അതൊരു വലിയ കരച്ചിൽ സദസ്സാക്കി രൂപം മാറ്റുന്നു. കല്യാണ വീടാകെ ശോകമയം. അവിടെ പൊന്തുന്നത് കൂട്ടക്കരച്ചിലാണ്. കാരണം ഈ ആചാരത്തിൽ പങ്കാളികളായ സ്ത്രീകൾ ഓരോരുത്തരായി 1 മണിക്കൂർ എന്ന കണക്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കണം. എത്ര രസകരമായ ആചാരമല്ലേ! ഒരു തൂജിയൻ പെൺകുട്ടിക്ക് 12 വയസ്സാകുമ്പോൾ മുതൽ വീട്ടുകാർ കരച്ചിൽ അവളുടെ വൈഭവം മിനുക്കിയെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങളിൽ മുഴുകുകയായി. സ്വന്തം വിവാഹവേളയിൽ ഏറ്റവും ഭംഗിയായി കരയേണ്ടുന്നത് ഓരോ തൂജിയൻ പെൺകുട്ടിയുടെയും കൃത്യമായ ബാധ്യതയാണ്. അതവളുടെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രശ്നവുമാണ്. ഒരു പ്രഗത്ഭ കരച്ചിൽക്കാരി എന്ന സ്വയം തെളിയിക്കാത്ത പക്ഷം അവളെ നന്മയില്ലാത്തവളെന്നും കഴിവില്ലാത്തവളെന്നും തൂജിയൻ സമൂഹം ബഹിഷ്കരിക്കും. അതൊഴിവാക്കാൻ വിദഗ്ധ കരച്ചിൽ പരിശീലകരെ തന്നെ രക്ഷകർത്താക്കൾ 12 വയസ്സുകാരികൾക്കായി ഏർപ്പാടാക്കുന്നു. ഒടുവിലൊരു 15കാരിയിലേക്ക് അവൾ വളരുമ്പോൾ അതേ പ്രായത്തിലുള്ള കുറേ പെൺകുട്ടികളെ ഒരിടത്ത് കൂട്ടി അവരുടെ ഇടയിൽ കരച്ചിൽ മത്സരം സംഘടിപ്പിക്കുന്നതും പതിവാണ്. ഈ മത്സരത്തിൽ 1ാം സ്ഥാനം പോലെ ഉയർന്ന നിലയിലെത്തുന്നവർ പിന്നോട്ടടിക്കപ്പെട്ടവർക്ക് കഠിന പരിശീലനം നൽകി കരച്ചിലിൽ അതിവിദഗ്ധരാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് അടുത്ത പടി. കല്യാണവേളയിലേക്കുള്ള കരച്ചിൽ പാട്ടുകൾ ധാരാളമായുണ്ട്. ഓരോരുത്തർക്കുമുള്ള പാട്ടുകൾ വെവ്വേറെയാണ്. അച്ഛനൊരു പാട്ട്, അമ്മയ്ക്കൊരു പാട്ട്, സഹോദരനൊരു പാട്ട്, സഹോദരിക്കൊരു പാട്ട് എന്നിങ്ങനെ തീവ്ര ദുഃഖം പ്രസരിപ്പിക്കുന്ന പാട്ടുകളാണ് എല്ലാം. പശ്ചാത്തല സംഗീതം പോലും സർവത്ര ശോകമയം. ഈ ഗാനങ്ങൾ കല്യാണത്തിന് തൊട്ടു മുൻപാണ് ആലപിക്കപ്പെടുക. 17ാം നൂറ്റാണ്ടിലൊക്കെ ഈ ആചാരം വളരെ വ്യാപകമായിരുന്നു. 1911 ക്വിങ് ചക്രവർത്തിയുടെ കാലം വരെ ഈ ആചാരം പ്രബലമായി തുടർന്നു. അത്രമേൽ വരില്ലെങ്കിലും ഇന്നും അത് വ്യാപകം തന്നെയാണ്. BC 475-നും 220-നും 21-നും ഇടയ്ക്ക് ഒരിക്കൽ
യാൻ എന്ന ദേശത്തേക്ക് സാവോ എന്ന ദേശത്ത് നിന്നും ഒരു രാജകുമാരി വിവാഹം ചെയ്തയക്കപ്പെട്ടു. അവിടെ നിന്നാണ് ഈ ആചാരത്തിൻ്റെ പിറവി. മഹാറാണിയും മറ്റ് രാജകുടുംബാംഗങ്ങളും ദൂരദേശത്തേക്ക് അയക്കപ്പെടുന്ന രാജകുമാരിയെ ഓർത്ത് പൊട്ടി കരഞ്ഞു. രാജകുമാരിയും വിട്ടില്ല, ഒപ്പം കരഞ്ഞു. രാജകുടുംബാംഗങ്ങൾ എന്തു ചെയ്താലും അത് അതിദിവ്യമാണല്ലോ. പ്രജകളും അത് ഏറ്റെടുത്തു. കല്യാണങ്ങളിൽ അവരും കരയാൻ തുടങ്ങി. അത് പിന്നെ ആചാരമായി.